ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഗൗതം ഇപ്പോൾ സംശയത്തിലാണല്ലോ. ജ്യോതിർമായി വിളിച്ചതും പോയതും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഗൗതം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ള നിർമ്മലയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഗൗതം ഇങ്ങനെ എന്താണെന്ന് അറിയാണ്ട് പിടുത്തം കിട്ടാതെ നടക്കുകയാണ്. ഈ സമയത്താണ് വീണ്ടും CKCയും നിധിയും നമ്മുടെ നിർമ്മലയും കൂടി സംസാരിക്കണത് കാണുന്നത് കേട്ടോ. അതുകൂടി നമ്മുടെ ഗൗതമിൻ്റെ സംശയം അങ്ങോട്ട് മൂത്തിട്ടുണ്ട്. ഇവർ നിധിയും നമ്മുടെ നിർമ്മലയും കൂടിയിട്ട് തന്നെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിരുന്നു. ആ സമയത്താണ് CKC പറഞ്ഞത് കേട്ടോ. ഇവർ പോണ കണ്ടപ്പോൾ CKCക്ക് വിചാരിച്ചു ഒന്നും കൂടി അഭിനയിക്കാം. എന്തായാലും CKC അഭിനയിച്ചും അങ്ങോട്ട് മെഴുകുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ കയറി ചെല്ലണം. അപ്പോൾ ഇവരിത് അറിയാണ്ട് അവിടെ നിന്ന് സംസാരിക്കാനായിട്ടോ. അപ്പോൾ ഇങ്ങനെ ഗൗതമിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് CKC കയറി ചെല്ലണത്. അപ്പോൾ ഇതറിയാതെ ഗൗതം എന്തോ ഡൊണേഷൻ എന്തോ കൊടുക്കാൻ എന്തോ സംതിങ് ആവശ്യത്തിനായിട്ട് ഇവിടേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഗൗതം നോക്കുമ്പോൾ CKCയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയാണ്. അകലെ കേൾക്കാനില്ല നമ്മുടെ നിർമ്മലയും നിധി കേട്ടോ. അപ്പോൾ CKC പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ കാര്യം എന്തായി നിർമ്മല തീരുമാനിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മല ഒന്നും പറയണില്ല. അപ്പോൾ നിധിയുടെ അടുത്ത് പറയുന്ന നിധി ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നീ എന്താ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താണ് തീരുമാനം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞു ഞാനിതിൽ എന്ത് തീരുമാനിക്കാനാണ്, അതൊക്കെ നിർമ്മലാൻജിയുടെ തീരുമാനമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മല പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ എന്നെ മോനെ ദ്രോഹിച്ചിട്ട് അന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കഴിഞ്ഞതാണല്ലോ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മാറ്റി കഴിഞ്ഞ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ എനിക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം എൻ്റെ മോനായിട്ട് സംസാരിക്കട്ടെ, അതിന് ശേഷം എനിക്ക് തീരുമാനം വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്, ഫോൺ എടുക്കാത്തതും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ CKC ചോദിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമാവണം, ഞാൻ മരിക്കണേറ്റ് മുന്നേ മരിക്കാന്നാണല്ലോ പറഞ്ഞു നടക്കണത്, മരിക്കണേറ്റ് മുന്നേ തീരുമാനമാവണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, അപ്പോൾ നമുക്ക് രണ്ടാൾ കൂടി പോയിട്ട് അങ്ങനെ മതിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി കേട്ടിട്ട് അതൊന്നും ശരിയാവില്ല, അതൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും, നിർമ്മലാൻ്റിക്ക് കുറച്ച് സമയം കൊടുക്കണം എന്നും പറഞ്ഞിട്ട് നിധി നിർമ്മലാൻ്റിയെ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഗൗതമിന് ശരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവരെന്തോ വിളിക്കുന്നുണ്ടെന്ന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ CKCയുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഗൗതം ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിധി വരുമ്പോഴേക്കും വിളിയൊക്കെ കേട്ടിട്ട് പാറും വരുന്നുണ്ട്, ഒപ്പം നിർമ്മലാൻ്റിയും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്ട് എനിക്ക് ആ ഫോട്ടോ കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏത് ഫോട്ടോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ CKC ആരെയോ കൊല്ലണ ഫോട്ടോ എന്തോ ഇതുണ്ട് പറഞ്ഞിട്ടാണല്ലോ CKCനെ വരട്ടി നിർത്തിയിരിക്കുന്നത്, ആ ഫോട്ടോ എനിക്കൊന്ന് കാണണം എന്ന് പറയും. അപ്പോൾ പറയും എന്തിനപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും നിങ്ങൾ ഇത്രയും നാൾ ഇങ്ങനൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ കൊടുത്തില്ല? ഇന്ന് ഞാൻ കണ്ടു നിങ്ങൾ വളരെ കാഷ്വലായിട്ട് CKCയുടെ കൂടെ നിന്ന് സംസാരിക്കുന്നത് പറയട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നിധി കുറച്ച് ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ നോക്കും, ഏത് എപ്പോൾ എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗൗതമിന് ഇരട്ടി ദേഷ്യം വേണ്ടിയിട്ട് അഭിനയം മതിയാക്കിക്കും, സത്യമായിട്ടും ഞാൻ കണ്ടതാണ്, എന്തോ നിങ്ങൾ എന്നെ നിന്ന് വിളിക്കുന്നുണ്ട്, എനിക്ക് ഫോട്ടോ ഇപ്പോൾ കണ്ടേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് വന്നപ്പോൾ ആറ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനപ്പോൾ അയാളായിട്ട് ആ ദുഷ്ടനായിട്ട് സംസാരിക്കാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും കിടന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് കിടന്ന് തപ്പി പിടിക്കുകയാണല്ലോ. എന്താ നീയെങ്കിലും പറയുന്ന നിർമ്മല, എന്താണ് ഇപ്പോൾ അയാളോട് സംസാരിക്കാൻ പോകേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആ ഫോട്ടോ ഉണ്ടല്ലോ അത് പോലീസിന് കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ്, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ മത്സരിക്കാൻ വന്നതാണ്, ഭീഷണിപ്പെടുത്താൻ വന്നതാ, മരിക്കാനായിട്ട് മുന്നേ ഈ അങ്ങനെ കയറാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് കളയാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗൗതമിനൊക്കെ ഭ്രാന്ത് പിടിച്ച് നിൽക്കണം കേട്ടോ ഗൗതം. അപ്പോൾ പാറും ചൂടാവുന്നുണ്ട്. ഇത്രയും അയാൾ ദുഷ്ടനെ എന്ത് ചതി കാണിച്ചിട്ട് നമ്മുടെ ഗൗതമിനെ ജയിലിൽ കയറ്റിയതല്ലേ, അയാൾക്ക് തിരിച്ചടി കൊടുത്ത് തന്നെ വേണം. ഇപ്പോൾ ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ഈ ഫോട്ടോ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിന് കൊടുക്കണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും നിധി എന്താ പറയണതെന്ന് അറിയാം, അല്ല അതിപ്പോൾ വേണ്ടാന്ന്, ഇത് തന്നെയാണ് ഞാൻ പറയണത്, എന്തോ നിങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ കിടന്നാകെ പരാക്രമം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗതം പറഞ്ഞു ഇപ്പോൾ എടുക്കും ഫോട്ടോ, നമുക്കിപ്പോൾ തന്നെ അത് പോലീസിനെ ഏൽപ്പിക്കാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നിർമ്മലാൻ്റി പറയുന്നുണ്ട് ഇപ്പം നമുക്ക് അതിന് നടക്കാനുള്ള സമയമില്ല, നമുക്കിപ്പോൾ കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കാൻ തന്നെ, അയാൾക്ക് വലിയ പണവും സ്വാധീനമൊക്കെ ഉള്ള ആളാണ്, ഇപ്പം നമ്മളതിനൊന്നും പോകണ്ട, ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയട്ടെ ഗൗതം വാശി പിടിക്കല്ലേ എന്ന് പറയുമ്പോൾ പറയട്ടെ പറ്റില്ല, എനിക്ക് ആ ഫോട്ടോ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഗൗതം കിടന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നിർമ്മലാൻ്റി.
അപ്പോൾ പാറു ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. പാറു ഗൗതമിൻ്റെ സൈഡാണല്ലോ. അതിനിടയ്ക്ക് നിർമ്മല ആൻറ്റി പറയുന്നുണ്ട് കേട്ടോ, ഗൗതം എന്തിനെങ്ങനെ നീ ഇങ്ങനെ പിടിവാശി പിടിക്കണേ, നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്ക് എന്താ കേൾക്കാൻ പറ്റില്ലേ, ഇനി ഒരു തവണ നീ ആ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ നിൽക്കില്ല, നീ തീരുമാനിച്ചോ, നിനക്ക് ഞാനാണോ വലുത് അതോ ഫോട്ടോ ആണോ വലുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പെട്ടെന്ന് സ്റ്റക്കാവാണ്. പക്ഷേ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ പാറുവിന് സംശയം, നിർമ്മല സത്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. പാറു സംശയത്തോടുകൂടിയിട്ട് നിർമ്മലയെ നോക്കണം കേട്ടോ. അപ്പോൾ നിർമ്മലയാണെങ്കിൽ ഇത് പറഞ്ഞും പോയി, ഇനിയിപ്പോൾ ഇതൊന്ന് രക്ഷപ്പെടണ്ടേ. അപ്പോൾ നിർമ്മല ഒന്ന് പാറുവിനെ നോക്കിയിട്ട് പെട്ടെന്ന് വേറെ എന്തോ പറയാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ പാറു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിധിയും ഇതെന്താ പറയണ്ടേന്ന് അറിയാണ്ട് നിധി വക പെട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിർമ്മല പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ ഇവിടെ ഇവൻ കടിച്ചു തൂങ്ങി നിൽക്കാനായിട്ട്, എന്നെ വല്ല ആശ്രമത്തിലേക്ക് കൊണ്ടാക്കിക്കോ, എനിക്കത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു ദേഷ്യപ്പെടുന്നുണ്ട്, അതെന്താ ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിർമ്മല പറയുന്നുണ്ട്, ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഫോട്ടോ തരാൻ പറ്റിയ അവസ്ഥയല്ല, അത് സമയമാകുമ്പോൾ ഞാൻ കാണിക്കും, അതുവരയ്ക്ക് അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത് എൻ്റെ അടുത്ത്. അത് ഞാൻ ഒരു തവണ ഗൗതമൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെയും ഇതന്നെ പറഞ്ഞ് എന്നെ സമാധാനം കെടുത്തി കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്യും. ഗൗതം ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞിട്ട് നിർമ്മല ആൻറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. പിന്നെ ഗൗതം ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മുടെ ഗൗതം നിന്ന് ആലോചിക്കണം കേട്ടോ, അല്ല ആ ഫോട്ടോ എനിക്ക് കണ്ടേ പറ്റൂ, അത് നിധിക്കറിയാം, നമ്മുടെ നിർമ്മല ആൻറ്റിക്ക് അറിയാം, പിന്നെ CKSക്കും കൂടി അതറിയാം. പക്ഷേ എന്താ ഞാൻ അറിഞ്ഞാൽ അപ്പം അതിലെന്തോ ഒരു വിഷയമുണ്ട്, അതെന്താണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലെത്തണം കേട്ടോ നമ്മുടെ ഗൗതം. എന്നിട്ട് അതിനുള്ള വഴികളിരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ നിർമ്മല ആൻറ്റി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.